ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവുവിനെ ശരത്തിനെയാണ് കേട്ടോ. ദേവുവും ശരത്തും ഒക്കെ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ദേവുവിന്റെ ശരത്തിന്റെ ഒക്കെ വീടൊന്ന് മാറി. അവര് ആദ്യം വേറൊരു സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ വീടൊന്ന് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ അതിന്റെ തിരക്കിലാണ് നമ്മുടെ ദേവു ശരത്തും. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ രേവതി വന്നു കേട്ടോ. അപ്പൊ രേവതി വന്നിട്ട് ഇതുവരെ ഇതൊന്നും കഴിഞ്ഞില്ലേ, തുടങ്ങിയതേ ഉള്ളൂന്ന് ചോദിച്ചപ്പം എത്ര സാധനങ്ങളുണ്ട്, അതൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റണ്ടേ, പുതിയ വീടാകുമ്പോഴത്തേക്കും അതനുസരിച്ചൊക്കെ ടേബിളും അതുപോലെ എല്ലാ സാധനങ്ങളൊക്കെ വെക്കണ്ടേ, അപ്പൊ അതുകൊണ്ട് കുറച്ച് താമസമൊക്കെ വരും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ലക്ഷ്മി വന്നിട്ട് ഇത് എന്തു പറ്റി, നീ താമസിച്ചു പോയത്? അത് പിന്നെ എല്ലായിടത്തും ഒന്നും ഓടിയെത്താൻ പറ്റുന്നില്ലെന്നേ, അതുപോലെ തിരക്കാം. അപ്പൊ ശരത്ത് ചോദിച്ചു, എന്താ സച്ചേട്ടൻ വരാതിരുന്നത്? അതെ, ട്രിപ്പ് ഉണ്ടെന്നേ. അല്ല, നിങ്ങളുടെ ചോദ്യം കേട്ടാ തോന്നുന്നു പുതിയ വീടെടുത്ത് അതിന്റെ പാല് കാച്ചാന്ന്. ഇതും നമുക്ക് വാടക വീട് തന്നെയല്ലേ? വാടക വീടാണെങ്കിലും ഞാൻ രാവിലെ പാലൊക്കെ കാച്ചിരുന്നു മോളെ, പുതിയതായിട്ട് താമസിക്കുന്നതല്ലേ, നിന്റെയും സച്ചിയുടെ ഒരു ചെറിയ കുറവുണ്ടായിരുന്നു. അപ്പൊ ദേവി ചോദിച്ചു, അല്ല ചേച്ചിക്ക് വീട് ഇഷ്ടായോ? ഞാൻ വീടിന്റെ അകം മുഴുവൻ കണ്ടില്ലല്ലോ, പുറത്തുനിന്ന് കണ്ടപ്പോ എന്തായാലും എനിക്ക് ഇഷ്ടായി. പഴയ വീടിനേക്കാളും നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ചേച്ചി, അകത്ത് നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉണ്ട്, പിന്നെ വാടകയും കുറച്ച് കുറവുണ്ട്. കയറി വരുമ്പോ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഒക്കെ തോന്നുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവ് പറഞ്ഞു, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഇവിടെ അടുത്താ, എനിക്ക് പോകാനും വരാനൊക്കെ സൗകര്യമായി. അതെ അതെ, ഇവന്റെ സൗകര്യത്തിനാ, അല്ല ഇവളുടെ സൗകര്യത്തിനാ ഈ വീടെടുത്തത്. അതെ, ഞാൻ ഈ നാട്ടുകാരിയൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ സംസാരം കേട്ടാ തോന്നും നിങ്ങൾ മാത്രം ഇവിടെ അടുത്ത് താമസിക്കുന്നതെന്ന്. ഞാനിവിടെ അടുത്ത് തന്നെ താമസിക്കുന്നത്. നമുക്ക് പുറത്ത് പോയിരിക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇവരെയും കൂട്ടിക്കൊണ്ട് പുറത്ത് പോവാണ് കേട്ടോ. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ദേവ് പറഞ്ഞു, ഇനി എന്നാണാവോ നമ്മൾ സ്വന്തമായിട്ട് ഒരു വീടെടുത്ത് താമസിക്കാന്, ഒരു ദിവസം സ്വന്തം വീട്ടിലേക്ക് കിടന്നുറങ്ങാനുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ അച്ഛനും ഉണ്ടായിരുന്നു. അത് നടന്നില്ല. എൻ്റെ ഈ ആഗ്രഹമെങ്കിലും നടന്നാ മതിയായിരുന്നു. എൻ്റെ ഒരു ആഗ്രഹവും അത് തന്നെയാണ്. എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് ഒരു വീട്. അയ്യോ, അതൊക്കെ നടക്കും അമ്മേ, അതൊക്കെ നടക്കും. ചെറുതാണെങ്കിലും എൻ്റെ ബിസിനസ്സിൽ ഞാൻ മുന്നോട്ടേക്ക് തന്നെയല്ലേ പോകുന്നത്. ദേവുനിപ്പം ജോലി കിട്ടി, ശരത്ത് നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അവന് നല്ലൊരു ജോലി കിട്ടും. പിന്നെ അമ്മയ്ക്ക് സുഖസുന്ദരമായിട്ട് ജീവിക്കാം. നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറി വരികയല്ലേ, കുറച്ച് കഴിയട്ടെ, നമുക്കും സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാനായിട്ട് പറ്റുന്നേ. അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മിക്ക് നമ്മുടെ രേവതി പറയുന്നത് കേട്ടിട്ട് ചെറിയൊരു സന്തോഷമൊക്കെ തോന്നുവാണ് കേട്ടോ. അപ്പൊ മുഖത്ത് പിടിച്ചിട്ട് ചേർത്ത് പിടിച്ചിട്ട് നടക്കും അമ്മേ, നടക്കും. അമ്മയുടെ ഈ മുഖത്തെ സന്തോഷം ഉണ്ടല്ലോ, ഇതെന്നും ഇങ്ങനെ കണ്ടാൽ മാത്രം മതി. പിന്നെ അച്ഛന്റെ ഫോട്ടോ നമ്മൾ ഫിറ്റ് ചെയ്തില്ലല്ലേ, അത് എവിടെ ഫിറ്റ് ചെയ്ത്, നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്താലോ? അത് പിന്നെ അച്ഛന്റെ ഫോട്ടോ ഇനി നമുക്ക് പൂജാമുറി വെച്ചാ പോരെ മോളെ? നമ്മുടെ ജീവിതം ഇങ്ങനെ ഓരോ ഇടങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പം എല്ലാത്തിനും കരുതലായിട്ട് ദൈവങ്ങൾക്കൊപ്പം കൃഷ്ണേട്ടനും വേണമെന്ന് എനിക്കൊരു നിർബന്ധം തോന്നുക മോളെ, അതുകൊണ്ടാ പറയുന്നത്. ഏതായാലും മോള് വന്ന വഴിക്ക് ഇങ്ങനെ ഇരിക്കവിടെ. ഞാൻ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി അകത്തേക്ക് കയറി പോവാണ് പായസം എടുക്കാനൊക്കെ ആയിട്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി ചന്ദ്രോദയത്തിൽ നിൽക്കുന്നതാണ്. അപ്പൊ ചന്ദ്രോദയത്തിൽ നിന്ന് രേവതി ഇങ്ങനെ പച്ചക്കറി എന്തൊക്കെ ഇങ്ങനെ കട്ടൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും മോളെ രേവതി, ഞാൻ ഇറങ്ങാണേ എന്ന് അച്ഛമ്മ. അപ്പോഴത്തേക്കും രേവതി, ഞാൻ വരുന്നു, ഇത് ഇത്ര പെട്ടെന്ന് പോകുന്നോ എന്ന് പറഞ്ഞിട്ട് നേരെ ഓടി ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ സച്ചി എടുത്ത് വണ്ടിക്കകത്ത് വെച്ചു കേട്ടോ. ചന്ദ്രയ്ക്ക് സമാധാനമായിട്ടിരിക്കും, അച്ഛമ്മ പോയാലേ ചന്ദ്രയ്ക്ക് ഒരു സമാധാനം ആവത്തുള്ളൂ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അമ്മയ്ക്ക് എപ്പ വന്നാലും ധൃതിയാണല്ലോ, 2 ദിവസവും കൂടെ നിൽക്കായിരുന്നല്ലോ. അപ്പൊ രേവതി വന്നിട്ട്, അച്ഛമ്മ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയ പോരെ? ഇല്ല മോളെ, വയലിൽ പണി നടക്കുന്നുണ്ട്, എപ്പോ നോക്കിയാലും അടുക്കളയിൽ തന്നെ ആകെപ്പാടെ വിയർത്തു. എന്താ മോളെ ഇത്, ഒരു വിശ്രമവും ഇല്ലേ? അപ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, നമ്മുടെ ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതി അവിടെ ഇരിപ്പുണ്ട്. ഈ സമയത്ത് നമ്മുടെ അച്ഛമ്മ ഒന്ന് പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്കുവേ ഇവളെ സഹായിച്ചാൽ എന്നാ, അടുക്കള കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യം പോവുമോ? അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വേണം ആ പെങ്കൊച്ചിന് പൂ കെട്ടാൻ പോകാൻ. ഇന്ന് വരെ ആ പെങ്കൊച്ച് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് പോലുമില്ല, പിന്നെ ഞാൻ ആ പെങ്കൊച്ചിനെ ഓടിക്കല്ലേ എന്ന് വെച്ചാൽ ചന്ദ്ര. അപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, അതേടി നീ ഓടിക്കുക അവളെ, നീ അവളെ ഇട്ട് ഭയങ്കരമായിട്ട് ഓടിക്കുക. ഇങ്ങനെ പോയാൽ ശരിയാവില്ല കേട്ടോ, ആരോഗ്യം നോക്കണം. ഏതു നേരം പണി പണി പണി. നമുക്ക് വേണ്ടി മാത്രം നമുക്ക് കുറച്ച് സമയം കണ്ടെത്തി വെക്കണം. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്റെ വീട്ടിലേക്ക് വരുന്നോ? കുറച്ചു ദിവസം അവിടെ നിന്നിട്ട് വരാം. പിന്നീട് വരാം അച്ഛമ്മേ. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം നീ പുറത്തിറങ്ങിയിട്ടേ ഇല്ല. മുഴുവൻ സമയം ഈ കൂട്ടിനകത്ത് തന്നെയല്ലേ നീ ഇരിക്കുന്നത്. 1 വർഷം ആയില്ലേ, നീ ഇത് വളർത്തു മൃഗമാണോ വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട്? ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി പെങ്കൊച്ചെ. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി പറഞ്ഞു, പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ, പൂവിക്കാനും മാർക്കറ്റിലേക്കൊക്കെ.
വീട്ടിനകത്ത് തന്നെ ഇരിക്കല്ലല്ലോ. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു അവൾ അവളുടെ അമ്മയുടെ വീട്ടിലും പോകാറൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു കൊള്ളാലോ രണ്ടുപേരും, മിണ്ടാതിരുന്നു അവിടെ. ഓഹോ, പറയുന്ന പറച്ചില് കേട്ടില്ലേ. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ദേ സച്ചി, നീ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കരുത് കേട്ടോ. നീ ഇവളെയും കൂട്ടി എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ചോദിക്കമ്മ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് പറയാനൊന്നുമില്ല. ചോദിച്ചതിന് മറുപടി പറയടാ. അത് പിന്നെ അച്ഛമ്മേ, ഞാൻ ചില ഹോട്ടലിലൊക്കെ പോയിട്ടുണ്ട് മസാല ദോശ കഴിക്കാന്. മസാല ദോശ കഴിക്കാനോ എന്ന് പറഞ്ഞിട്ട് ചെവിയിൽ ഒരു കീർക്കിയിട്ട്, നീ എന്നാടാ പറഞ്ഞത്? ഈ പെങ്കൊച്ചിനെ കൊണ്ട് നിനക്കൊന്ന് വെളി പോവത്തില്ലേടാ? ഇടയ്ക്കിടയ്ക്ക് ഭാര്യയെ കൂട്ടി എവിടെയൊക്കെ കറങ്ങാൻ പോണോടാ? കാണാൻ എത്ര നല്ല സ്ഥലങ്ങളാടാ ഈ ഭൂമിയിലുള്ളത്. അത് പിന്നെ ഞാൻ ഇനി കൊണ്ടുപോക്കോളാം. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, ഇവൻ കാണാറുണ്ട് ട്രിപ്പ് പോകുമ്പോഴത്തേക്കും, അവൻ പല സ്ഥലത്ത് ഓട്ടം പോകുന്നല്ലേ, ഈ കൊച്ചിനെ കൊണ്ടുപോകത്തുമില്ല. അപ്പൊ അച്ഛമ്മ പറഞ്ഞു സച്ചി, നീ രേവതിനെ ഇങ്ങനെ അടുക്കളക്കാരി ആക്കരുത് കേട്ടോ. അവളെയും കൂട്ടി കുറച്ചു ദിവസം എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വാ. അത് പിന്നെ നോക്കാം അച്ഛമ്മേ, എവിടെയെങ്കിലും ടൂർ പോയാലോ എന്ന് ഞാനും കുറച്ചു ദിവസമായിട്ട് ആലോചിച്ചോണ്ടിരുന്നാ പോരാ. പോണെന്ന് പറഞ്ഞാ പോണം. ദേ നീട്ടി വെച്ചാൽ നടക്കത്തില്ല കേട്ടോ. നാളെ തന്നെ പോകാൻ പറ്റുമെങ്കിൽ പോകാൻ നോക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ടൂറ് പോകാനോ? നാളെ പോകാനോ? അത് പറ്റത്തില്ല. ഈ കാലാവസ്ഥയിൽ ആരെങ്കിലും ടൂറ് പോവോ? എന്താണ് ഈ കാലാവസ്ഥയ്ക്ക് കുഴപ്പം ഇരിക്കുന്നത്? നിങ്ങൾ പോയിട്ട് വാ മക്കളെ, നിങ്ങൾ വണ്ടിക്കല്ലേ പോകുന്നത്, മഴയുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ, ദേ അച്ഛമ്മേ, നോക്ക് രേവതിയുടെ മുഖത്ത് സന്തോഷം കണ്ടില്ലെന്ന്. രേവതിക്ക് സന്തോഷമായിട്ടോ. അപ്പൊ നമ്മുടെ ശ്രുതിയുമാണ് മോദം വീർപ്പിച്ച് വെച്ചോണ്ടിരിക്കുക. അപ്പൊ അച്ഛമ്മ പറഞ്ഞു ഏതായാലും ഞാൻ പോവാണ്, ഇനിയിപ്പോ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞപ്പോ, പോകണ്ടെന്ന് പറഞ്ഞാലും അമ്മ പോകുമല്ലോ, പിന്നെ അങ്ങ് ചെന്ന് കയറോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ അച്ഛമ്മേനെ യാത്ര അയക്കുകയാണ്. അങ്ങനെ രവീന്ദ്രന്റെ കൈ പിടിച്ചിട്ട്, മോനെ ദേ ഇങ്ങ് വന്നേ, നിന്നെ കണ്ടങ്ങ് കൊതി തീർന്നില്ലടാ കുട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കാണ് കേട്ടോ. ആ മകനോടുള്ളൊരു സ്നേഹം എങ്ങനെ കാണിക്കുകയാണ്. ഇത് കണ്ടിട്ട് രേവതിക്കും സച്ചിക്കും ഒക്കെ ചെറിയൊരു സങ്കടമൊക്കെ വരികയാണ് കേട്ടോ. കാരണം അടുത്തില്ലല്ലോ മകൻ ഈ ഒരു പ്രായത്തിൽ. ഇപ്പൊ അതിന്റെയൊക്കെ ഒരു വിഷമം കാണുമായിരിക്കും അച്ഛമ്മയ്ക്ക്. അതൊക്കെ ആയിരിക്കും നമ്മളെ കാണിക്കുന്നത്. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി അമ്മേ, പുതിയൊരു ചടങ്ങൊക്കെ, ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കലൊന്നും ഇല്ലായിരുന്നല്ലോ. അമ്മയ്ക്ക് തോന്നി, അപ്പൊ അമ്മ ചെയ്തു. ഇനി എത്ര നാള് ഈ കിളവി ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെയൊന്നും പറയല്ലമ്മേ, അമ്മയ്ക്ക് ദൈവം ദീർഘായുസ് തന്നിട്ടുണ്ട്, അതെനിക്ക് അറിയാന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇങ്ങനെ നമ്മുടെ അച്ഛമ്മ വണ്ടിയിലൊക്കെ കയറി പോയി കേട്ടോ. പിന്നെ നമ്മുടെ അടുക്കളയിൽ രേവതി എന്തൊക്കെയോ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ചന്ദ്ര വരികയാണ് കേട്ടോ. അപ്പൊ ചന്ദ്ര വന്നിട്ട് എന്ത് ചെയ്യുന്നു? വെള്ളം എടുത്ത് കുടിക്കുക. അപ്പൊ വെള്ളം ചന്ദ്ര എടുത്ത് കുടിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് ഒരു അതിശയമായി പോയി. രേവതി ചോദിച്ചു, ഇതെന്ത് പറ്റി? സാധാരണ ഇങ്ങനെ അല്ലായിരുന്നല്ലോ അമ്മ. സാധാരണ വെള്ളം വേണമെന്ന് ഓർഡർ ഇടുവായിരുന്നല്ലോ പതിവ്, പിന്നെന്താ ഇപ്പം അടുക്കളയിൽ വന്ന് എടുത്തൊക്കെ കുടിക്കുന്നത്? ഓ, ദേ നിന്റെ നാക്കിന്റെ നീളം കൂടിക്കൂടി വരികയാണ് കേട്ടോ. നിന്റെ അച്ഛമ്മയൊന്നും ഇവിടെ ഇല്ല, നീ അതോർത്തോ. ഓ, ഞാൻ വിളിച്ചാലേ അച്ഛമ്മ ഓടി ഇപ്പൊ ഇങ്ങോട്ട് വരും. ഞാൻ അച്ഛമ്മേനെ വിളിക്കട്ടെ. ദേ എന്റെ നാക്ക് ചൊറിഞ്ഞു കയറി വരുന്നുണ്ട് കേട്ടോ. ചൊറിയുന്നുണ്ടെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യുക, ഈ എവിടെയെങ്കിലും കൊണ്ടിട്ട് ഇങ്ങനെ നാക്കിങ്ങനെ ഉരയ്ക്ക. ദേ ഞാൻ നിന്നോട് പറഞ്ഞു മിണ്ടാതിരുന്നോ നീ? അതെ, നിങ്ങൾ ടൂറിന് പോകാൻ തീരുമാനിച്ചോ? തീരുമാനിച്ചു. അമ്മയുടെ മുമ്പിൽ വെച്ചല്ലേ സച്ചേട്ടൻ അത് പറഞ്ഞത്. പിന്നെന്തിനാ ഇപ്പൊ എന്നോട് പ്രത്യേകിച്ച് ചോദിക്കുന്നത്? അത് പിന്നെ അല്ല, 2-3 ദിവസം ഇവിടുന്ന് മാറി നിന്നാലേ നിന്റെ പൂക്കച്ചവടം നടക്കുവോ? ഇല്ലല്ലോ. അതെങ്ങനെ ശരിയാകും? നീ പോയിട്ട് വരുമ്പോഴത്തേക്കുവേ നിന്റെ സ്ഥിരം കസ്റ്റമേഴ്സ് ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്യും. ആര് പറഞ്ഞു പൂക്കച്ചവടം നടക്കില്ലെന്ന്? എന്റെ സ്ഥിരം കസ്റ്റമേഴ്സിനൊക്കെ അമ്മയും ദേവും പൂ കൊടുത്തോളും, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു. നമ്മുടെ ചന്ദ്ര എങ്ങനെയെങ്കിലും ടൂറിന് വിടാതിരിക്കാൻ നോക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതിനെ. അപ്പൊ ചന്ദ്ര പറഞ്ഞാല്, നിന്റെ അനിയത്തിക്ക് ഹോസ്പിറ്റലിൽ ജോലിയില്ലേ? അവക്ക് എവിടുന്ന സമയം? ജോലിക്ക് പോകുന്നതിന് മുമ്പ് അവള് കൊടുത്തോളും, അവൾക്ക് അതിനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ട്. സച്ചിയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ. അവൻ എവിടെ ചെന്നാലും പ്രശ്നം ഉണ്ടാക്കും. സന്തോഷത്തോടൊക്കെ ഇവിടെ നിറങ്ങും, പക്ഷേ കരഞ്ഞോണ്ടായിരിക്കും നീ തിരിച്ചു വരാൻ പോകുന്നത്. ഇത് കേട്ടപ്പോ തന്നെ നമ്മുടെ രേവതിക്ക് മനസ്സിലായിട്ടോ പോകാതിരിക്കാനുള്ള അടവാന്ന്. ഇതേപ്പറ്റി ചന്ദ്ര പറയാം, അവന്റെ കൂടെ പോകാതിരിക്കുന്ന കേട്ടോ നല്ലത്. സച്ചേട്ടൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, എനിക്കറിയാം. സച്ചേട്ടൻ ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടത്തുമില്ല ഞാൻ കൂടെ ഉള്ളപ്പം. ആര് പറഞ്ഞു നിന്നോട് സച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരത്തുള്ളൂ? അവൻ കുടിക്കും, അവൻ കുടിച്ചു കൂത്താടി പ്രശ്നം ഉണ്ടാക്കും. മുമ്പൊക്കെ കൂട്ടുകാരുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ടൂറൊക്കെ പോകുമായിരുന്നു കേട്ടോ. പോയിടത്തൊക്കെ അവൻ കുടിച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടേ വരാറുള്ളൂ. എത്ര തവണ പോലീസ് സ്റ്റേഷനിൽ അവൻ കിടന്നിട്ടുണ്ടെന്ന് അറിയാമോ? പിന്നെ ഇവനെ അറിയിക്കാതെ ആയിരുന്നു കൂട്ടുകാരൊക്കെ ടൂറിന് പോകുന്നത്. അല്ല, എന്റെ സച്ചേട്ടൻ ഇപ്പൊ കുടിക്കാറില്ല, അത് അമ്മയ്ക്ക് അറിയത്തില്ലേ? ഓ, കുടിക്കാത്ത ഒരു മാന്യൻ. ദേ കണ്ട ബാറിലൊക്കെ കേറി ഇറങ്ങിയിട്ടായിരിക്കും അവന്റെ യാത്ര. ദേ നീ പെട്ടുപോകും മോളെ, നീ പെട്ടുപോകും. ചെല്ലുന്ന സ്ഥലത്ത് പോകാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ദേ എന്റെ സച്ചേട്ടൻ ഒരു ബാറിലും കേറില്ല.
ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത്, അല്ലാതെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരല്ല. അപ്പൊ പിന്നെ സച്ചേട്ടൻ കേറാൻ പോകുന്നില്ല ബാറില്. ഓ, അത് മാത്രല്ല രേവതി, ഞാനൊരു കാര്യം പറയാൻ വിട്ടു. ഇപ്പൊ അവിടുത്തെ കാലാവസ്ഥയെ അത്രയ്ക്ക് നല്ലതല്ല, ഭയങ്കര മോശമാ. ഈ സമയത്ത് ആരും അങ്ങോട്ട് ടൂറ് പോവില്ല. ഏ അതിന്റെ അതിന് അവിടുത്തെ കാലാവസ്ഥ മോശമാണെന്ന് പറയാൻ ഞാൻ എങ്ങോട്ടാ ടൂറ് പോകുന്നെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എങ്ങോട്ട് പോയാലും അവിടുത്തെ കാലാവസ്ഥ മോശമായിരിക്കും. അമ്മയ്ക്ക് എന്താ തലയ്ക്ക് സ്ഥിരതയില്ലേ? അമ്മ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? തലയ്ക്ക് സ്ഥിരതയില്ലാത്തത് നിന്റെ ദേ. എന്റെ അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ല കേട്ടോ. എന്റെ അമ്മേനെ പറയുമെന്ന് വേണ്ട. ദേ രേവതി, ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. നീ ടൂറിന് പോയാൽ ശരിയാവില്ല. മണ്ടിയായി നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഓ, ഈയിടെ ആയിട്ടേ അമ്മയ്ക്ക് കുറച്ച് ബുദ്ധി കൂടുന്നുണ്ട്. ഞാൻ മണ്ടിയൊക്കെ തന്നെയാ. രേവതി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കയ്യിൽ ക്യാഷ് ഉണ്ടല്ലോ, എത്രയും പെട്ടെന്ന് മുകളില് മുറി എടുക്കാൻ നോക്ക്. ടൂറിന് പോയി ആ ക്യാഷ് കളയണ. ഓ, എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം! ഇത് എന്തൊരു സ്നേഹം അമ്മ ഇത്! അയ്യോ, ഒലിച്ചൊഴുകാണല്ലോ. ഞങ്ങള് മുറി എടുക്കുന്നത് മുടക്കാൻ നോക്കുന്ന അമ്മയാണോ ഈ പറയുന്നത്? ദേ അമ്മേ, ടൂറിന് പോകാൻ വലിയ പൈസയൊന്നും വേണ്ട, കുറച്ച് ക്യാഷ് മതി. കുറച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ അതിസുന്ദരമായിട്ട് ടൂറിന് പോയിട്ട് വരാൻ പറ്റൂന്നേ. അപ്പോഴത്തേക്കും ചന്ദ്രയുടെ മുഖമൊക്കെ അങ്ങ് മാറിപ്പോയിട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചോദിച്ചു, അല്ല ഇനി എന്തെങ്കിലും പറയാനുണ്ടോ, അതോ കയ്യിലെ സ്റ്റോക്ക് തീർന്നു പോയോ? സ്റ്റോക്ക് തീർന്നെങ്കില് അമ്മ അടുക്കളയെന്നേ പൊക്കോ, ചെന്ന് അമ്മ വിശ്രമിക്കുക. എനിക്ക് കിച്ചണിൽ ഇഷ്ടം പോലെ പണിയുണ്ട്, ഞാനേ ഇവിടെ പണി ചെയ്യട്ടെ. അപ്പോഴത്തേക്കും ചന്ദ്ര വീർപ്പിച്ച് കിട്ടി പോയിട്ടോ. കയ്യിലെ സ്റ്റോക്ക് തീർന്നെന്ന് തോന്നി, ഇനിയൊന്നും പറയാനില്ല. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചി വരികയാണ് കേട്ടോ. അപ്പൊ സച്ചി നേരെ വീട്ടിലേക്ക് കയറി വരുന്ന, ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ മുറ്റത്തിരുന്ന് എന്താ പറയാ, എന്തൊക്കെയോ പത്രമൊക്കെ വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പൊ ഓട്ടോ അല്ലാട്ടോ, നമ്മുടെ അച്ഛമ്മേനെ കൊണ്ടുവിട്ടിട്ടാണ് വരുന്നത്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചാൽ രണ്ടുപേരും എങ്ങോട്ടൊക്കെ ടൂർ പോകുന്നതെന്ന് തീരുമാനിച്ചോ? അത് പിന്നെ തീരുമാനിച്ചില്ല അച്ഛാ. അല്ല പെട്ടെന്ന് അത് പിന്നെ തീരുമാനിച്ചില്ല അച്ഛാ. അല്ല, അച്ഛമ്മ പറഞ്ഞത് പെട്ടെന്ന് പോണമെന്നല്ലേ? ഒരു കാര്യം ചെയ്യ്, നീ വർഷേനെയും ശ്രീകാന്തിനെയും പോയി കാണ്. എന്നിട്ട് അവരോട് ചെന്ന് ചോദിക്കേ എവിടെയാ നല്ല സ്ഥലം എന്ന്. അവർക്കാണ് ഇതിനെക്കുറിച്ച് ഒരു ധാരണയൊക്കെ ഉണ്ടല്ലോ എന്ന്. അങ്ങനെ നമ്മുടെ സച്ചി അകത്തേക്ക് കയറി ചെന്നു. അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര എന്തൊക്കെയോ വലിച്ചു കയറ്റിച്ചോണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് വർഷ ചോദിച്ചു, അല്ല നിങ്ങൾ പോകാനുള്ള സ്ഥലം ഫിക്സ് ചെയ്തോ? അതെ, പോകാൻ പറ്റിയ പ്ലേസ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ മൂന്നാറിലേക്ക് ഇപ്പൊ വിട്ടോ, നല്ല സ്ഥല. ഞാൻ 3-4 തവണ അവിടെ പോയിട്ടുമുണ്ട്. ഓ, മൂന്നാർ അല്ലേ? അത് നല്ല സ്ഥലമാണല്ലേ? അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ശ്രുതി മണ്ടയിൽ നിന്ന് പറഞ്ഞു, ഓ, അവിടെ കാണാനൊന്നും ഇല്ല എന്ന്. അപ്പൊ രേവതി ഇറങ്ങി വന്നു കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, പോയി ക്യാഷ് കളയട്ടെന്നേ, നീ എന്തിനാ പറഞ്ഞു കൊടുക്കുന്നത്? അവരെ മൂന്നാറിലെങ്കിൽ മൂന്നാറിൽ പോയി ക്യാഷ് കളയട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചു പറഞ്ഞു, പാർലറെടുത്തി അങ്ങനെ പറഞ്ഞോളൂ, ഞങ്ങൾ മൂന്നാറിലേക്ക് തന്നെ പോകും, ഇനിയിപ്പൊ ക്യാഷ് പോയാലും കുഴപ്പമില്ല. അപ്പൊ രേവതി, അല്ല അത് തീരുമാനിച്ചു സച്ചേട്ടാ? തീരുമാനിച്ചു. നാളെ രാവിലെ തന്നെ നമ്മൾ ഇവിടുന്ന് പുറപ്പെടും. ഒരു 2 ദിവസം അടിച്ചു പൊളിച്ചിട്ട് നമുക്ക് വരാം. 2-3 ദിവസം നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം. കുഴപ്പമുണ്ടോ രേവതി? ഏയ്, എനിക്ക് കുഴപ്പമില്ല. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ വർഷം ചോദിച്ചത്, അതിന് ശ്രുതി ചേച്ചി മൂന്നാറിന് പോയിട്ടുണ്ടോ? ശ്രുതി ചേച്ചി ഇങ്ങനെ പറയാന് പിന്നെ എങ്ങനെയാ ശ്രുതി ചേച്ചിക്ക് മനസ്സിലായി അവിടെ കാണാനൊന്നും ഇല്ല എന്ന്? ഞാൻ പോയിട്ടൊന്നുമില്ല, അതാ ചോദിച്ചത്, എന്തുകൊണ്ടാ? അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, മൂന്നാർ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കാണാനായിട്ട് തോന്നുന്നു. അപ്പൊ വീണ്ടും നമ്മുടെ ശ്രുതി പറയാ, ഇപ്പോഴേ അവിടെ നല്ല തിരക്കുള്ള സമയം, താമസിക്കാൻ ചിലപ്പോൾ റൂമൊന്നും കിട്ടിയെന്ന് വരത്തില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര, പോയി വല്ല കടത്തിണ്ടേലും കിടക്കട്ടെ കൊച്ചേ, നിനക്ക് എന്താ, ഇവരെന്തേലും കാണിക്കട്ടെ എന്ന്. രണ്ടുപേരും കൂടെ മാക്സിമം കുത്തി ഇളക്കുന്നുണ്ട് വിടാതിരിക്കാനേ. അപ്പൊ നമ്മുടെ വർഷം പറഞ്ഞു, ആദ്യം പറഞ്ഞു അവിടെ കാണാനൊന്നും ഇല്ലാന്ന്, ഇപ്പൊ പറയുന്നു അവിടെ തിരക്കാണെന്ന്. കാണാനൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ആൾക്കാർ പോവുമോ ശ്രുതി ചേച്ചി? ശ്രുതി ചേച്ചി എന്താ ഈ പറയുന്നത്? ശ്രുതി ചേച്ചി പറയുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്റ്റും ഇല്ലല്ലോ. അതെ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് ഞാൻ അവിടെ നല്ലൊരു റിസോർട്ട് ബുക്ക് ചെയ്ത് തരാം. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എടാ നാളെ തന്നെ പൊക്കോണം, ട്രിപ്പ് ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഓട്ടോ ഉണ്ടെന്നൊന്നും പറഞ്ഞ് ക്യാൻസൽ ചെയ്യാൻ നിൽക്കരുത്. അയ്യോ, അച്ഛമ്മയുടെ ഓർഡർ അല്ലേ, ഞങ്ങൾ എന്തായാലും പോകും അച്ഛാ, പോയിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് വരാം. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ദേ ചന്ദ്ര, ഇവര് സന്തോഷമായിട്ട് പോയിട്ട് വരട്ടെ, നീ ഈ ബിസ്ക്കറ്റ് വേണമെങ്കിൽ മുഴുവൻ കഴിച്ചോ, നീ വെറുതെ ഈ കാര്യത്തിൽ ഇടപെട്ട് കുളവാക്കാൻ നിൽക്കരുത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ വർഷ പറഞ്ഞു, ഞാൻ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് ഞാൻ ഫോണിൽ അയച്ചു തരാം, ഏതായാലും എന്റെ വക ആയിക്കോട്ടെ, ഇന്നത്തെ നിങ്ങളുടെ ടൂറിന്റെ റിസോർട്ട് അത് ഫ്രീയാ എന്ന് പറയാം. എന്നിട്ട് നമ്മുടെ വർഷം അങ്ങോട്ട് പോയിട്ടോ. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, നമ്മുടെ അമ്മ പല നമ്പറും ഇറക്കും കേട്ടോ നമ്മുടെ യാത്ര ക്യാൻസൽ ചെയ്യാന്, അതിൽ നീ വീഴരുതേ. നമ്മൾ നാളെ ടൂർ പോകാൻ തീരുമാനിച്ചു, അത് ഒരിക്കലും മുടക്കത്തില്ല, ഇവിടെ ആരും മുടക്കാൻ നമ്മൾ സമ്മതിക്കത്തുമില്ല, അത് ഉറപ്പിച്ച കാര്യമാണ്. ചന്ദ്രയുടെ ശ്രുതിയുടെ മോഹം ഏതാണ്ട് പോലെ ഇരിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ നമ്മുടെ ചന്ദ്രയ്ക്ക് ടൂർ ഒന്ന് ക്യാൻസൽ ചെയ്യാൻ, അല്ലാതെ ചന്ദ്രയ്ക്ക് ഒരു സമാധാനമില്ല.
ചന്ദ്ര അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓടി നടന്ന് ഇങ്ങനെ ആലോചിക്കുക, ഇനി എന്ത് ചെയ്യും, ഇനി എന്താ ഇതിനൊരു വഴി കണ്ടെത്തുക എന്നൊക്കെ. അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി സച്ചി ഇറങ്ങി വരുന്നത്. അപ്പൊ രേവതി പറഞ്ഞു എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന്. ഇവര് പോകാൻ പാടില്ല, അത് മുടക്കണം, അതാണ് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ പതുക്കെ നമ്മുടെ സച്ചി രേവതി നമ്മുടെ ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്നിട്ട് പതുക്കെ എന്താ ഇവിടെ നിൽക്കുന്നത് എന്റെ അമ്മ, എന്താ ആലോചിക്കുന്നത്, ആലോചിച്ച് കൂട്ടുന്നുണ്ടല്ലോ കുറെ കാര്യങ്ങളൊക്കെ. അവിടെ ഒന്നും കിട്ടിയില്ലേ ഞങ്ങളെ പോകാതിരിക്കാനുള്ളത്, നിനക്ക് എന്താടാ സച്ചി വേണ്ടത്? അല്ല, ഐഡി കിട്ടിയെങ്കിൽ ഏത് പ്രയോഗിക്കണം എന്ന് ആലോചിക്കായിരിക്കും അല്ലേ? അപ്പൊ രവീന്ദ്രനും അവിടെ ഇരിപ്പുണ്ടായിരുന്നു, രവീന്ദ്രനും ഇടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ സച്ചി പറഞ്ഞ അമ്മ സീരിയലൊക്കെ കാണുന്നോണ്ട് ഇതിനൊരു ക്ഷാമവും കാണത്തില്ലായിരിക്കും. മരുമോള് ഭർത്താവിന്റെ കൂടെ പുറത്തു പോകുന്നത് മുടക്കുക, ടൂർ പോകുന്നത് മുടക്കുക, അമ്മയുടെ വീട്ടിൽ പോകുന്നത് മുടക്കുക, സിനിമ കാണാൻ പോകുന്നത് മുടക്കുക, ഇതിനൊക്കെ അമ്മായിയമ്മമാര് കുറെ സൂത്രങ്ങളൊക്കെ പ്രയോഗിക്കുമല്ലോ. ഈ അമ്മായിയമ്മയ്ക്കും അത് ബൈഹാർട്ട് ആയിരിക്കും അല്ലേ? അമ്മായിയമ്മയുടെ പണി തുടങ്ങിക്കോ, മുടക്കാൻ നോക്കിക്കോ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ ഇതൊക്കെ കേട്ടിരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് സച്ചി പറയാ, അമ്മ ഏത് ഐഡിയ പ്രയോഗിച്ചാലും അത് ഏശാനേ പോകുന്നില്ല. കാരണം അതിനൊക്കെ ഞങ്ങളുടെ കയ്യിൽ മറുമരുന്ന്. അല്ലേ രേവതിയെ? അതെ സച്ചേട്ടാ, നമ്മുടെ കയ്യിലേ മറുമരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് വീണ്ടും ദേഷ്യം വരികയാണ് കേട്ടോ. ഈ സമയത്ത് സച്ചി പറഞ്ഞു, ഞങ്ങള് യാത്ര പോകുമ്പോ അമ്മയ്ക്കൊരു വയറുവേദന വന്നാല് നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ കൂട് കൊണ്ടുവന്നായിരുന്നു നമ്മുടെ രേവതി. ആ കൂടിനകത്തുനിന്ന് ഒരു വായു ഗുളിക എടുത്തു കൊടുത്തിട്ട് അമ്മയ്ക്ക് വായു ഗുളിക തരും. ഇത് നല്ലതാണ് കേട്ടോ ഗ്യാസിന്. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ അങ്ങ് ഇഷ്ടപ്പെട്ടു, രവീന്ദ്രൻ അങ്ങ് ഇരുന്ന് ചിരിക്കാണ് കേട്ടോ. ഈ സമയത്ത് സച്ചു പറഞ്ഞു, ഇനി നടുവേദന വന്നാലോ? നടുവില് പുരട്ടാൻ രേവതി അതിങ്ങെടുത്തേ ഇഭാം അങ്ങ് തരും. നന്നായിട്ട് അങ്ങ് പുരട്ടി കൊടുത്താൽ മതി. വേണമെങ്കിലേ അച്ഛനോട് പറ, അച്ഛൻ പുരട്ടി തരുന്ന. ഇത് കേട്ടിട്ട് നമ്മുടെ രവീന്ദ്രൻ വീണ്ടും ചിരിക്കാണ് കേട്ടോ. ഈ സമയത്ത് വീണ്ടും നമ്മുടെ സച്ചി, ഇനി തലവേദന വന്നാലോ? അപ്പോഴും ഉണ്ട് പുരട്ടാൻ സാധനങ്ങള്. തലവേദനയുടെ ബാമുണ്ട്, ഗുളികയും ഉണ്ട്. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ തലവേദന പെട്ടെന്ന് മാറും. ഇനിയിപ്പോ തലകറങ്ങി ബോധം കെട്ട് വീണാൽ എന്ത് ചെയ്യും? അതിങ്ങടുത്ത രേവതിയെ, ഇത് കണ്ടോ, ഇതെന്നാ സാധനം എന്നറിയാമോ? സിറിഞ്ച്. ഇതുകൊണ്ട് നല്ല ഇഞ്ചക്ഷൻ തരും. ഇഞ്ചക്ഷൻ തരുമ്പോഴത്തേക്കും തലകറക്കവും പോവും, എണീറ്റ് പടപടയെന്ന് എന്റെ അമ്മ ഇതിലെ എണീറ്റ് ഓടും. എങ്ങനെയുണ്ടെന്ന്. ഇതൊക്കെ കണ്ട് ദേഷ്യം വന്നിട്ട് നമ്മുടെ ചന്ദ്ര പോയപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അവിടെ നിൽക്ക്. ഇനി അമ്മ എന്താണോ പ്രയോഗിച്ചാലും ഞങ്ങളുടെ കയ്യിൽ മറുമരുന്നുണ്ട്. അതുകൊണ്ട് നല്ല അമ്മയായിട്ട് ഞങ്ങൾ ഇവിടുന്ന് യാത്ര അയക്കണേ. അപ്പം അമ്മായിയമ്മ ആകരുതേ, കേട്ടല്ലോ എന്ന് പറഞ്ഞു. ഏതായാലും രവീന്ദ്രൻ അവിടെ നിന്ന്, കൊള്ളാം മക്കളെ കൊള്ളാം, ഇത് കലക്കിന്ന്. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അങ്ങനെ നമ്മുടെ സച്ചിൻ രേവതി എന്ത് സംഭവിച്ചാലും ഈ യാത്ര പോകും എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. കാത്തിരുന്ന് കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കാട്ടോ. അടുത്ത വിശേഷമായിട്ട് ഉടനെ വരാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.